ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശോഭ ടൈലേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് കണ്ടില്ലേ, ഈ മെഷീനിൽ എങ്ങനെയാണ് നൂലിടുന്നത് എന്നതാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോബിൻ വൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ഭാഗം, ഇതിന് സ്പൂൾ പിൻ എന്നാണ് പറയുന്നത്, ഇത് മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം നൂല് ഇതിൽ ഇട്ട് കൊടുക്കുക. നൂലിട്ടതിന് ശേഷം ഇനി നമ്മൾ പതിയെ ഈ നൂല് വലിച്ച് ഇവിടെ കാണുന്ന ഈ ഗ്രൂവിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് കാണുന്ന പോലെ കണ്ടോ, ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രീ ടെൻഷൻ ഡിസ്ക് റൗണ്ട് ആയിട്ട് കാണുന്ന ആ ഭാഗത്തേക്ക് ചുറ്റി ഇതുണ്ട്, ഇതുപോലെ ക്രോസ് ചെയ്ത് ചുറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ബോബിനിൽ ഈ നൂല് ചുറ്റിക്കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ബോബിൻ എടുക്കുക, ഒരു 2-3 പ്രാവശ്യം നൂല് ഇതേപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ ബോബിൻ വൈൻഡറിൽ ഈ ബോബിന് ഇട്ട് കൊടുത്തതിന് ശേഷം റൈറ്റിലേക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ മെഷീൻ ഓൺ ആക്കുക. മെഷീൻ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഫുട് പെഡൽ എടുക്കുക. എന്നിട്ട് ഇതിൽ പയ്യതാ ഇതുപോലെ ഒന്ന് ചവിട്ടി കൊടുക്കുക. കണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാല് വെച്ചാണ് ഇത് ചവിട്ടേണ്ടത്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മെഷീൻ സ്റ്റാർട്ടാകും. അപ്പോൾ ഇതേപോലെ ബോബിൻ ചുറ്റി തുടങ്ങും. അപ്പോൾ ബോബിൻ വൈൻഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ലെഫ്റ്റിലേക്ക് ഇതേപോലെ സ്ലൈഡ് ചെയ്തെടുത്ത് ബോബിൻ ഊരിയെടുക്കുക. ശേഷം ആ നൂല് കണ്ടിച്ച് കളയുക. നൂല് കണ്ടിച്ചതിന് ശേഷം ഇനി നമ്മൾ താഴത്തെ ലോവർ ത്രെഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഭാഗം കണ്ടില്ലേ, ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്യുക, നല്ലപോലെ പ്രസ് ചെയ്ത് പുറകോട്ട് വലിക്കുക. അപ്പോൾ ഇതിങ്ങി പോന്നോളും. അതിനുശേഷം നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന ബോബിൻ എടുക്കുക. നൂല് വീഡിയോയിൽ കാണുന്ന അതേ ഡയറക്ഷനിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. ബോബിൻ എടുത്ത് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു ഹോള് പോലെ. അതിനകത്തൂടെ കയറ്റി ത്രെഡ് ഇതിലേ കൂടി എടുക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു ത്രെഡ് കട്ടർ കാണാം, അതിൽ വെച്ച് വേണേൽ ത്രെഡ് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ എടുക്കാം. ശേഷം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ അടപ്പ് എടുത്ത് കേട്ടോ, അത് ആ ഭാഗം ഒന്ന് മൂടി വെക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലൈഡ് ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റി വെക്കുക. അപ്പം നമ്മൾ ലോവർ ത്രെഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് അപ്പർ ത്രെഡിങ് ആണ്. അപ്പോൾ അപ്പർ ത്രെഡിങ്ങിന് വേണ്ടി നേരത്തെ നമ്മൾ സ്പൂൾ പിന്നിൽ നൂലിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ ഗ്രൂവിനകത്തൂടെ കയറ്റുക. കണ്ട, ഗ്രൂവിനകത്തൂടെ കയറ്റിയതിന് ശേഷം താഴേക്ക് ഇതിലും വഴി താഴേക്കാണ് നൂലിടുന്നത്. എന്നിട്ട് തിരിച്ച് ഒരു യു ഷേപ്പിൽ നൂലിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ, ഈ ഭാഗം കാണാം. അപ്പൊ അതിനകത്ത് കൂടി ഇതിനകത്ത് കൂടി നമ്മൾ നൂലിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പൊ അതിനകത്തൂടെ നൂലിട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ താഴേക്ക് നൂല് വലിക്കുക. അപ്പൊ ഇത് താഴത്തെ ആ ലോവർ പാർട്ടിൽ നൂലെത്തിയിട്ടുണ്ട്. ഇനി ഹാൻഡ് വീല് തിരിച്ച് സൂചി പതിയെ ഉയർത്തിയതിന് ശേഷം ഈ ഭാഗത്ത് കൂടിയാണ് നൂലിട്ട് കൊടുക്കേണ്ടത്. അതിന് നൂല് ഇതൊരു എൽ ഷേപ്പിൽ പിടിച്ച് അതിനകത്തൂടെ ഈസി ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതാണ് നീഡിൽ ത്രെഡർ. ഇനി നമ്മൾ സൂചിയിൽ നൂല് കോർക്കാൻ പോവാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണിത്. അതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പാർട്ട് വഴി നൂല് കയറ്റി നിങ്ങൾക്ക് കാണാം, സൂചിയുടെ ഭാഗത്ത് ഒരു ചെറുതായിട്ടൊന്ന് ബൾജ് ചെയ്ത് നിൽപ്പുണ്ട്. അതിനകത്ത് കൂടി നൂല് കയറ്റി നമ്മുടെ നീഡിൽ ത്രെഡർ പുറകോട്ട് വലിച്ച് ഉയർത്തുക. അപ്പോൾ കണ്ടോ, സൂചിക്കകത്ത് നമ്മുടെ നൂല് കോർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്രഷർ ഫുഡിൻ്റെ അകത്ത് കൂടി നൂലിട്ട് കൊടുക്കുക. ശേഷം പ്രഷർ ഫുഡ് ലിഫ്റ്റർ നമ്മൾ താഴ്ത്തി കൊടുക്കുക. കണ്ടോ, ഇനി അടുത്തത് നൂലിൻ്റെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് സെക്കൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആ റെഡ് ഡോട്ടിൽ ഇട്ടിരിക്കുന്ന ആ വരയുടെ നേരെ ആ സെക്കൻഡ് എന്നുള്ള പോർഷൻ, അത് 2 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കറക്റ്റായിട്ട് തിരിച്ചു വെച്ചാൽ മതി. കണ്ടോ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ലെങ്ത്ത് നമുക്ക് 2.5 ആണ് വെക്കേണ്ടത്. അത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് അതും 2.5 തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ 3യുടെയും 2ൻ്റെയും നടുക്ക് അതൊന്ന് തിരിച്ച് വെച്ചാൽ മതി. ഇനി ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ നമ്മൾ ഒരു 3.5 വെച്ച് കൊടുക്കുക. അപ്പോൾ ടെൻഷനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രഷർ ഫുഡ് ലിഫ്റ്റർ ഉയർത്തിയതിന് ശേഷം താഴെ നമുക്ക് തയ്ക്കാനുള്ള തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക.
ദാ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.